CITU തൊഴിൽ തർക്കം നിലനിൽക്കുന്ന പാലക്കാട് കുളപ്പുള്ളിയിൽ വീണ്ടും തർക്കം. CITU തൊഴിലാളികൾ മർദ്ദിച്ചെന്ന പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് ഉടമ ജയപ്രകാശ്. കമ്പി വണ്ടിയിൽ കയറ്റുമ്പോൾ എത്തിയ തൊഴിലാളികൾ തന്നെ തള്ളിമാറ്റുന്ന ദൃശ്യങ്ങൾ കടയുടമ പുറത്തുവിട്ടു. എന്നാൽ സിമന്റ് ലോഡ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഇറക്കുമ്പോഴാണ് തടഞ്ഞതെന്ന് CITU പറയുന്നു. പരാതി കിട്ടിയതിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഒരു കയറ്റിറ കേന്ദ്രം സ്ഥാപിച്ചതിന്റെ പേരിൽ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിന് മുന്നിൽ CITU കുടിൽ കെട്ടി സമരം തുടങ്ങിയിട്ട് 12 ദിവസം പിന്നിടുകയാണ്. വ്യാഴാഴ്ച കടയിലേക്ക് വന്ന ലോഡിറക്കുമ്പോൾ CITU തൊഴിലാളികൾ തടഞ്ഞിരുന്നില്ല. കാടുള്ള തൊഴിലാളി ലോഡിറക്കിയതിനാലാണ് തടയാതിരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 3 കെട്ട് കമ്പി വാങ്ങാനായി ഇടപാടുകാരെത്തിയിരുന്നു. ഈ സമയം മറ്റു തൊഴിലാളികൾ കമ്പിയെടുത്ത വാഹനത്തിൽ കയറ്റി കൊടുത്തപ്പോഴാണ് തന്നെ CITU തൊഴിലാളികൾ ആക്രമിച്ചതെന്ന് സ്ഥാപന ഉടമ ജയപ്രകാശ് പറയുന്നു. അപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരെന്നെ തെറി പറഞ്ഞു, എന്നെ പിടിച്ച് തള്ളി, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞവർ, കേൾക്കാൻ പാടില്ലാത്ത തെറികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഇവിടെ വന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല, എന്നോട് ചോദിച്ചു എന്താ ഉണ്ടായതെന്ന്. ഞാൻ ഉണ്ടായ വിവരങ്ങളെല്ലാം വിവരിച്ചു പോലീസിന്. അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു പരാതി സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ സമരക്കാരോടൊന്നും അവർ ഒന്നും പറഞ്ഞില്ല. എന്നാൽ കമ്പിക്കെട്ട് കയറ്റുമ്പോഴല്ല തടഞ്ഞത് എന്നും സിമന്റ് ലോഡ് വന്നത് കയറ്റർ കേന്ദ്രത്തിലേക്ക് വയ്ക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നുമാണ് CITU തൊഴിലാളികൾ പറയുന്നത്. കാർഡില്ലാത്ത തൊഴിലാളികളെ കൊണ്ട് ലോഡ് ഇറക്കാൻ സമ്മതിക്കില്ല എന്നാണ് CITUവിന്റെ നിലപാട്. 26A ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ഒരു ലെറ്റർ ഈ തൊഴിലുടമയ്ക്ക്, പ്രകാശ് സ്റ്റീലിൻ്റെ തൊഴിലുടമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കാതെ ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ കയറ്റിയിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കയറ്റിയിറക്ക് 26A ചട്ടമനുസരിച്ച് തൊഴിലാളി മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ക്ഷേമ ബോർഡിൻ്റെ തീരുമാനമുണ്ട്. അത് നടപ്പിലാക്കണം എന്ന് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ജയപ്രകാശ് പോലീസിൽ വിവരമറിയിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരാതി കിട്ടിയതിൽ അന്വേഷണം നടത്തുമെന്ന് ഷൊർണൂർ പോലീസ് വ്യക്തമാക്കി. UTV ന്യൂസ്, പാലക്കാട്.